നവകേരള സദസ്സിനെ പുച്ഛിക്കുകയും പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്തവർക്ക് കണ്ണു തുറന്ന് കാണാം ഈ 10 വയസ്സുകാരിയെ. സ്കോളിയോസിസ് എന്ന നട്ടെല്ല് വളവ് രോഗബാധിതയായ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കണ്ണുനീരിനാണ് നവകേരള സദസ്സ് പരിഹാരം കണ്ടത്. രോഗം ഭേദമാക്കാൻ ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി എത്തിയ കുട്ടിയെയും കുടുംബത്തെയും മന്ത്രി വീണ ജോർജ് ചേർത്ത് പിടിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലൂടെ നട്ടെല്ല് നിവർത്തി ആശ്വാസമേകിയിരിക്കുകയാണ് ഇപ്പോൾ. കോഴിക്കോട് സ്വദേശിയായ 10 വയസ്സുകാരിയാണ് സഹായം തേടി ഡിസംബർ 1 തൃത്താലയിലെ നവകേരള സദസ്സിൽ എത്തിയത്. സ്വകാര്യ ആശുപത്രികളിൽ 10 ലക്ഷം രൂപ ചെലവ് വരും എന്നതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിക്കിടക്കുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് ലൈസൺ ഓഫീസർ ഡോക്ടർ സി രവീന്ദ്രനെ വിളിച്ച് ചികിത്സാ സൗകര്യം ഒരുക്കാൻ നിർദ്ദേശിച്ചു. ഡിസംബർ 19 ന്യൂറോ സർജറി വിഭാഗത്തിലെ ശസ്ത്രക്രിയ. സുഖം പ്രാപിച്ച കുട്ടി ഉടൻ ആശുപത്രി വിട്ടേക്കും. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ശസ്ത്രക്രിയ ഇനിയും നീണ്ടുപോയാൽ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനത്തെ ബാധിക്കുമായിരുന്നു. ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ BS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജിതിൻ, ഡോക്ടർ ജിയോ സെനിൽ, ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ അനന്തു, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിന്ദു, ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ സെലീന, ഡോക്ടർ അഞ്ജു, സ്റ്റാഫ് നഴ്സുമാരായ സരിത, ദീപ്തി എന്നിവർ ശസ്ത്രക്രിയയിൽ പങ്കാളികളായി.